ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ എങ്ങനെയാണ് നല്ല പതഞ്ഞു പൊങ്ങിയിട്ടുള്ള മാവ് ബാറ്റർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. നിങ്ങളും ഇതുപോലൊക്കെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് പറയണേ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മെത്തേഡ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇഡ്ഡലി റൈസാണ്. അപ്പോൾ ഇഡ്ഡലി റൈസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ സാധാരണ പച്ചരി എടുത്താലും മതി. ഇനി വേറൊരു ബൗളിലേക്ക് 1/4 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് നമുക്കിത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഒരു 4-5 മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും മാറ്റി വെക്കാം. വേറെ തന്നെ കുതിർത്താനായിട്ട് മാറ്റി വെക്കാം. അരിയും ഉഴുന്നൊക്കെ അരക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഒന്ന് കഴുകിയിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കണം. അവിലും കൂടി ഒന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ വൈറ്റ് അവിലെടുക്കുന്ന സമയത്ത് ഇഡ്ഡലിക്ക് നല്ല വൈറ്റ് കളർ തന്നെ കിട്ടും. ഇനി ബാറ്റർ അരച്ചെടുക്കാനായിട്ട് ആദ്യം ഉഴുന്നാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഉഴുന്ന് വെള്ളമെല്ലാം മാറ്റിയിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉഴുന്ന് കുതിർത്തിയ വെള്ളം തന്നെയാണ് അരക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ബാറ്റർ ചൂടാവാതിരിക്കാനായിട്ട് ഒരു 2-3 ഐസ് ക്യൂബ്സ് കൂടി ചേർത്തിട്ടുണ്ട്. ഉഴുന്ന് അരക്കുന്ന സമയത്ത് നല്ല മഷി പോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. അരച്ചെടുത്തുള്ള ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതേ ജാറിലേക്ക് തന്നെ അരി ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് അരി മാത്രം ഇട്ട് കൊടുക്കുക. അരി അരക്കാനുള്ള ആവശ്യത്തിനുള്ള ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് അരക്കാനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. പിന്നെ അരി അരച്ചെടുക്കുന്ന സമയത്ത് ചെറിയ തരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഒരുപാട് തരിയല്ല, എന്നാലും ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതും കൂടി നമുക്ക് ആ ഒരു മാവിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അവൽ കൂടി അരച്ചിട്ട് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കണം. അവലരക്കുമ്പോൾ ഞാൻ പ്രത്യേകം വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. അതിൽ തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു. അതുകൂടി മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ മാവ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പെട്ടെന്ന് ഫെർമെൻ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കൈ വെച്ചിട്ട് മിക്സാക്കുന്നത്. കൈ വെച്ചിട്ട് നന്നായിട്ട് 1-2 മിനിറ്റ് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 7-8 മണിക്കൂറെങ്കിലും നന്നായിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് തന്നെ ബാറ്ററൊക്കെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരും. ഞാനിപ്പോൾ വൈകുന്നേരം രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെയാണ് മാവ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പാകത്തിന് നല്ല കൺസിസ്റ്റൻസിയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഓരോ തട്ടിലും ആവശ്യത്തിന് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് മാവ് ഒഴിക്കാൻ പറ്റുന്ന തട്ടാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചിട്ട് തട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് മാവ് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി ഇളക്കി കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. ഇതുപോലെ ഞാനിപ്പോൾ മുഴുവനായിട്ട് എല്ലാ തട്ടിലും ഒഴിച്ചിട്ട് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇനി ഇഡ്ഡലി ചെമ്പ് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ട് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം വേണം ഇഡ്ഡലി തട്ടിൽ നിന്നും മാറ്റാൻ. അപ്പോൾ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാനും പറ്റും. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മെഷർമെൻറ്റിലാണ് അരിയും ഉഴുന്നൊക്കെ എടുക്കാറ്. നമുക്ക് വേണമെങ്കിൽ അവലിന് പകരമായിട്ട് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറ് ചേർക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ടൊരു സ്പോഞ്ച് പോലെ നല്ല പഞ്ഞി പോലെ ഇഡ്ഡലി കിട്ടുന്നത് അവൽ ചേർക്കുമ്പോൾ തന്നെയാണ്. പിന്നെ നമുക്ക് വെള്ള അവൽ തന്നെ വേണമെന്നില്ല, മട്ട അവൽ വെച്ചിട്ടും ചെയ്യാം. വെള്ള അവലാകുമ്പോൾ ഇഡ്ഡലിക്ക് നല്ല വൈറ്റ് കളർ കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഈ ഒരു മെഷർമെൻറ്റിൽ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.